അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടാമത്തെ യൂണിറ്റിൻ്റെ രണ്ടാമത്തെ സെഷനാണ്. ലേണിംഗ് ദ ലാംഗ്വേജ് ഓഫ് ഖുർആനിൻ്റെ ഈ സെഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ സെഷനിൽ ജെൻഡറിനെ കുറിച്ചാണ് നാം ചർച്ച ചെയ്തത്. ഇന്നത്തെ സെഷൻ നമ്പറിനെ കുറിച്ചാണ്. അറബിയിൽ നമ്പേഴ്സ് 3 എണ്ണമാണ്. ഒന്ന് സിംഗുലർ, 2 ഡുവൽ, മൂന്നാമത്തത് പ്ലൂരൽ. ഏകവചനം, ദ്വിവചനം, ബഹുവചനം. അപ്പോൾ ഓരോ നൗണുകളുടെയും ഏകവചനം എങ്ങനെയാണ്, ദ്വിവചനം എങ്ങനെയാണ്, അതിൻ്റെ പ്ലൂരൽസ് എങ്ങനെയാണ്, അതിൻ്റെ ബഹുവചനം എങ്ങനെയാണ്, ഇതാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതുവരെ നാം കണ്ട നൗണുകളൊക്കെയും സിംഗുലറാണ്. സ്വാലിഹൻ, എ നോബിൾ മാൻ, സിംഗുലറാണ്. അതിൻ്റെ ഫെമിനൈൻ സ്വാലിഹത്തുൻ, എ നോബിൾ വുമൺ, എ നോബിൾ വുമൺ. വലതുൻ, എ ബോയ്, സിംഗുലറാണ്. ബിന്ദുൻ, എ ഗേൾ, സിംഗുലറാണ്. അപ്പോൾ ഇതുവരെ നാം കണ്ടതൊക്കെയും സിംഗുലറാണ്. അതിനെ എങ്ങനെയാണ് ഡുവലാക്കി മാറ്റുന്നത്? ഉദാഹരണത്തിന് മുസ്ലിമുൻ, അതിൻ്റെ ഫെമിനൈൻ മുസ്ലിമത്തുൻ. ഇതിനെ എങ്ങനെയാണ് ഡുവലാക്കി മാറ്റുന്നത്? മുസ്ലിമുൻ, അതിൻ്റെ ഫെമിനൈൻ മുസ്ലിമത്തുൻ. മുസ്ലിമുൻ, മുസ്ലിമത്തുൻ. ഇതിനെ രണ്ടിനെയും ഡുവലാക്കി മാറ്റാൻ, അതായത് മാസ്കുലിൻ ആയാലും ഫെമിനൈൻ ആയാലും ഡുവലാക്കി മാറ്റാൻ അലിഫും നൂനും ആഡ് ചെയ്താൽ മതി. അപ്പോൾ മുസ്ലിമുൻ വിൽ ബിക്കം മുസ്ലിമാനി, മുസ്ലിമാനി. മുസ്ലിമത്തുൻ എന്നത് മുസ്ലിമത്താനി എന്നായിട്ട് മാറും. മുസ്ലിമത്താനി. ഈ റൗണ്ട് താ മാറിയിട്ട് നോർമൽ താ ആയിട്ട് മാറും. മുസ്ലിമത്താനി. അതിൻ്റെ കൂടെ അലിഫും നൂനും വരും. മുസ്ലിമത്തുൻ, മുസ്ലിമത്താനി. മുസ്ലിമുൻ, മുസ്ലിമാനി. അപ്പോൾ മുസ്ലിമുൻ മീൻസ് എ മുസ്ലിം, മുസ്ലിമാനി 2 മുസ്ലിംസ്. മുസ്ലിമത്തുൻ, എ മുസ്ലിം വുമൺ. മുസ്ലിമത്താനി 2 മുസ്ലിം വുമൺ. 2-3 ഉദാഹരണങ്ങൾ കൂടി നോക്കാം. താജിറുൻ, മേർച്ചൻറ്റ്, താജിറുൻ. എന്താണ് അതിൻ്റെ ഡുവൽ? താജിറുൻ, താജിറാനി. അവസാനത്തിൽ അലിഫും നൂനും. താജിറാനി. എ മേർച്ചൻറ്റ്, 2 മേർച്ചൻറ്റ്സ്. അൽ ഖിത്തത്തു, അൽ ഖിത്തത്തു. ഖിത്തത്തുൻ, ക്യാറ്റ്. അൽ ഖിത്തത്തു, ദ ക്യാറ്റ്. അതിൻ്റെ ഡുവൽ അൽ ഖിത്തത്താനി, അൽ ഖിത്തത്താനി, ദ 2 ക്യാറ്റ്സ്. അടുത്തത് ഐനുൻ, ഐ, ഐനുൻ. ഐനുൻ മീൻസ് ആൻ ഐ. അതിൻ്റെ ഡുവൽ ഐനാനി, 2 ഐസ്. ഐനാനി, 2 ഐസ്. അടുത്തത് പ്ലൂരൽസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മാസ്കുലിനും ഫെമിനൈനും. ഡുവലുണ്ടാക്കുമ്പോൾ മാസ്കുലിൻ്റെയും ഫെമിനൈൻ്റെയും കൂടെ ഒരേ രൂപത്തിലാണ് അലിഫും നൂനും ആഡ് ചെയ്തിട്ട് ഡുവൽ ഉണ്ടാക്കിയിരുന്നത്. മുസ്ലിമുൻ, അതിൻ്റെ കൂടെ അലിഫും നൂനും ആഡ് ചെയ്തിട്ട് മുസ്ലിമാനി. മുസ്ലിമത്തുൻ, അതിൻ്റെ കൂടെ അലിഫും നൂനും ആഡ് ചെയ്തിട്ട് മുസ്ലിമത്താനി. പക്ഷേ പ്ലൂരലിൻ്റെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒരേ രൂപത്തിലല്ല മാസ്കുലിനും ഫെമിനൈനും പ്ലൂരലൈസ് ചെയ്യുന്നത്. ഉദാഹരണ സഹിതം നോക്കാം. മുസ്ലിമുൻ, മുസ്ലിമുൻ എന്നത് പ്ലൂരലൈസ് ചെയ്യാൻ അതിൻ്റെ കൂടെ മുസ്ലിമുൻ എന്നതിൻ്റെ കൂടെ വാവും നൂനും ചേർത്താൽ മതി. അപ്പോൾ മുസ്ലിമൂന എന്ന് കിട്ടും. മുസ്ലിമൂന. മുസ്ലിമുൻ, എ മുസ്ലിം. മുസ്ലിമൂന, മുസ്ലിംസ്. അതിൻ്റെ ഫെമിനൈൻ മുസ്ലിമത്തുൻ, മുസ്ലിമത്തുൻ. ഇതിനെ പ്ലൂരലൈസ് ചെയ്യാൻ അവസാനത്തെ റൗണ്ട് തായിന് മുമ്പായിട്ട് ഒരു അലിഫ് ചേർത്താൽ മതി. മുസ്ലിമത്തുൻ എന്നതിൻ്റെ റൗണ്ട് തായിന് മുമ്പേ അലിഫ് വന്നാൽ മുസ്ലിമാത്തുൻ എന്നായിട്ട് മാറും.
മുസ്ലിമാത്തുൻ. അപ്പോൾ ഫെമിനൈൻ്റെ പ്ലൂരൽ മുസ്ലിമാത്തുൻ, മാസ്കുലിൻ്റെത് മുസ്ലിമൂന. ഇതുപോലെ മറ്റെല്ലാ സിമിലർ ആയിട്ടുള്ള നൗണും, ഉദാഹരണത്തിന് ഖാദിമുൻ, അതിൻ്റെ പ്ലൂരൽ എന്താണ്? ഖാദിമുൻ. ഖാദിമുൻ സെർവൻറ്റ്, അതിൻ്റെ പ്ലൂരൽ ഖാദിമൂന. ഖാദിമൂന. ഖാദിമത്തുൻ വുമൺ സെർവൻറ്റ്, ഖാദിമത്തുൻ, അതിൻ്റെ പ്ലൂരൽ ഖാദിമാത്തുൻ. ഖാദിമാത്തുൻ വിമൺ സെർവൻസ്. 2-3 ഉദാഹരണങ്ങൾ കൂടി നോക്കാം. കാത്തിബുൻ. കാത്തിബുൻ എന്നതിൻ്റെ ഡുവൽ, കാത്തിബുൻ്റെ ഡുവൽ കാത്തിബാനി. കാത്തിബുൻ, കാത്തിബാനി, അതിൻ്റെ പ്ലൂരൽ കാത്തിബൂന. കാത്തിബുൻ, കാത്തിബാനി, കാത്തിബൂന. ത്വാലിബുൻ സ്റ്റുഡൻറ്റ്, അതിൻ്റെ ഡുവൽ ത്വാലിബാനി, 2 സ്റ്റുഡൻസ്, അതിൻ്റെ പ്ലൂരൽ ത്വാലിബൂന. ത്വാലിബൂന. ബക്കറത്തുൻ. ബക്കറത്തുൻ, അതിൻ്റെ ഡുവൽ ബക്കറത്താനി. ബക്കറത്താനി, അതിൻ്റെ പ്ലൂരൽ ബക്കറാത്തുൻ. ബക്കറാത്തുൻ. ബക്കറത്തുൻ, ബക്കറാത്തുൻ. അതുപോലെ ത്വാലിബത്തുൻ, വുമൺ സ്റ്റുഡൻറ്റ്, ത്വാലിബത്തുൻ. ത്വാലിബത്തുൻ, അതിൻ്റെ ഡുവൽ ത്വാലിബത്താനി. ത്വാലിബത്താനി, അതിൻ്റെ പ്ലൂരൽ ത്വാലിബാത്തുൻ. ത്വാലിബാത്തുൻ. മെമ്മറൈസ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി മുസ്ലിമുൻ എന്ന നൗണിൻ്റെ സിംഗുലറും ഡുവലും പ്ലൂരലും, അതേപോലെ മുസ്ലിമിൻ്റെ ഫെമിനൈൻ മുസ്ലിമത്തിൻ്റെ സിംഗുലറും ഡുവലും പ്ലൂരലും ഒരു ടേബിളായിട്ട് മെമ്മറൈസ് ചെയ്യാം. മുസ്ലിമുൻ, മുസ്ലിമാനി, മുസ്ലിമൂന, മുസ്ലിമത്തുൻ, മുസ്ലിമത്താനി, മുസ്ലിമാത്തുൻ. അപ്പോൾ ഈ ടേബിൾ എപ്പോഴും ഓർമ്മയിലുണ്ടാവുക. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് പ്ലൂറൽസിനെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഒരു പ്രത്യേക പാറ്റേൺ അനുസരിച്ചിട്ട് ഉണ്ടാക്കുന്ന പ്ലൂറൽസ്. ഉദാഹരണത്തിന് മുസ്ലിമുൻ, മുസ്ലിമൂന, ഖാദിമുൻ, ഖാദിമൂന. ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന പ്ലൂറൽസ്, അതിനെ നമ്മൾ റെഗുലർ പ്ലൂറൽസ് എന്നാണ് പറയുന്നത്. ഏതൊരു നൗണ് കിട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ റെഗുലർ പ്ലൂറൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി പറയാൻ പറ്റും, ഇതേ പാറ്റേണിലാണ്. എന്നാൽ അധിക പ്ലൂറൽസും റെഗുലർ പ്ലൂറൽസ് അല്ല. അധിക നൗണിൻ്റെ പ്ലൂറൽസും ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നില്ല. ഒരു പാറ്റേണും ഫോളോ ചെയ്യാത്ത പ്ലൂറൽസാണ് അധികവും. ഉദാഹരണത്തിന് ആലിമുൻ, ആലിമിൻ്റെ പ്ലൂറൽ എന്താണ്? ഉലമാ എന്നാണ്. ആലിമുൻ, ഉലമാ. ആലിമുൻ, ഉലമാ. ഇവിടെ നേരത്തെ പറഞ്ഞ പാറ്റേൺ ഫോളോ ചെയ്യുന്നില്ല. ഇത്തരം പ്ലൂറൽസിനെയാണ് നമ്മൾ ഇറഗുലർ പ്ലൂറൽസ് അല്ലെങ്കിൽ ബ്രോക്കൺ പ്ലൂറൽസ് എന്ന് പറയുന്നത്. ഇറഗുലർ പ്ലൂറൽ, ആലിമിൻ്റെ ഇറഗുലർ പ്ലൂറലാണ്, ജമ്മാണ് ഉലമാ. കാത്തിബുൻ റൈറ്റർ, അതിൻ്റെ പ്ലൂറലാണ്, ജമ്മാണ് കുത്താബുൻ. കാത്തിബുൻ ജമ്മ് കുത്താബുൻ. ആലിമുൻ ഉലമാ. ഇതാണ് ഇറഗുലർ പ്ലൂറൽ അഥവാ ബ്രോക്കൺ പ്ലൂറൽസ്. ഒരുപാട് നൗണുകൾക്ക് റെഗുലർ ആയിട്ടുള്ള പ്ലൂറൽസേ ഇല്ല. ഇത്തരത്തിൽ ഇറഗുലർ ആയിട്ടുള്ള ബ്രോക്കൺ ആയിട്ടുള്ള പ്ലൂറൽസ് ആണ് ഉള്ളത്. ചില നൗണുകൾക്ക് രണ്ടും ഉണ്ടാവും. ഉദാഹരണത്തിന് ആലിമിന് ആലിമൂന എന്ന റെഗുലർ പ്ലൂറലുമുണ്ട്, ഉലമാ എന്ന ഇറഗുലർ പ്ലൂറലുമുണ്ട്. അതുപോലെ കാത്തിബുൻ, കാത്തിബൂന എന്ന റെഗുലർ ആയിട്ടുള്ള പ്ലൂറലുമുണ്ട്,
കുത്താബുൻ എന്ന ഇറഗുലർ ആയിട്ടുള്ള പ്ലൂരലും ഉണ്ട്. ഖാദിമുൻ മറ്റൊരു ഉദാഹരണം, ഖാദിമുൻ. ഖാദിമുൻ ജമ്മ് ഖുദ്ദാമുൻ. പക്ഷേ ഖാദിമുൻ എന്നതിന് റെഗുലർ ആയിട്ടുള്ള പ്ലൂരലുമുണ്ട്. ഖാദിമുൻ, ഖാദിമാനി, ഖാദിമൂന. അതോടൊപ്പം ഇറഗുലർ ആയിട്ടുള്ള ഖുദ്ദാമുൻ എന്ന പ്ലൂരലുമുണ്ട്. മറ്റൊരു ഉദാഹരണം താജിറുൻ. താജിറുൻ, താജിറിൻ്റെ പ്ലൂരലാണ് തുജാറുൻ. മേർച്ചൻസ്. നെഹ്റുൻ റിവർ, അതിൻ്റെ പ്ലൂരലാണ് അൻഹാറുൻ. നെഹ്റുൻ ജമ്മ് അൻഹാറുൻ. നെഹ്റും എന്നതിന് ഇറഗുലർ പ്ലൂരലേ ഉള്ളൂ, റെഗുലർ ആയിട്ടുള്ള പ്ലൂരലില്ല. അഥവാ അൻഹാറും എന്ന ബ്രോക്കൺ ഇറഗുലർ ആയിട്ടുള്ള പ്ലൂരൽ മാത്രമേ ഉള്ളൂ. വേറെ ഒരു ഉദാഹരണം ജബലുൻ. ജബലുൻ, ജബലിൻ്റെ പ്ലൂരലാണ് ജിബാലുൻ. ജബലുൻ ജമ്മ് ജിബാലുൻ. അതുപോലെ റജുലുൻ മാൻ. റജുലുൻ അതിൻ്റെ ജമ്മാണ് റിജാലുൻ. റജുലുൻ ജമ്മ് റിജാലുൻ. ഐനുൻ, ഐനുൻ ജമ്മ് ഒയൂനുൻ. ഇതൊക്കെയും ബ്രോക്കൺ അഥവാ ഇറഗുലർ പ്ലൂറൽസ് ആണ്. ഇതിൽ പലതിനും രണ്ടുമുണ്ട്, റെഗുലറുമുണ്ട് ഇറഗുലറുമുണ്ട്. പക്ഷേ അധിക നൗണിനും റെഗുലർ പ്ലൂറൽ ഇല്ല, ഇറഗുലർ മാത്രമേ ഉള്ളൂ. നോമിനൽ സെൻറ്റൻസിൽ മുബ്തദയും ഖബറും തമ്മിൽ ജെൻഡറിൻ്റെ കാര്യത്തിലുള്ള അഗ്രിമെൻ്റ് പോലെ നമ്പറിൻ്റെ കാര്യത്തിലും അഗ്രിമെൻ്റ് വേണം. ഡുവലാണ് മുബ്തദയെങ്കിൽ ഡുവലായിരിക്കണം ഖബർ. പ്ലൂരലാണ് മുബ്തദയെങ്കിൽ പ്ലൂരലായിരിക്കണം ഖബർ. സിംഗുലർ ആണെങ്കിൽ സിംഗുലർ ആയിരിക്കണം. ഉദാഹരണത്തിന് ദ ടു ബോയ്സ് ആർ നോബിൾ. എ ബോയ് അല്ലെങ്കിൽ ദ ബോയ് ഈസ് നോബിൾ എന്നാണെങ്കിൽ അൽ വലതു സ്വാലിഹുൻ. ദ ബോയ് ഈസ് നോബിൾ. അൽ വലതു സ്വാലിഹുൻ. ടു ബോയ്സ് ആണെങ്കിലോ അൽ വലദാനി. അൽ വലദാനി. സ്വാലിഹുൻ എന്നത് മാറിയിട്ട് സ്വാലിഹാനി എന്നായിട്ട് മാറും. അൽ വലദാനി സ്വാലിഹാനി. അപ്പോൾ മുബ്തദയും ഡുവലാണ്, സ്വാലിഹാനി എന്ന ഖബറും ഡുവലാണ്. ഇത് രണ്ടും തമ്മിൽ അഗ്രിമെൻ്റ് ഉണ്ട്. അതുകൊണ്ട് ഈ സെൻറ്റൻസ് കറക്റ്റാണ്. അതുപോലെ ദ ടു ഐസ് ആർ ബ്രൈറ്റ്. ടു ഐസ് ഐനാനി. ഐനാനി ടു ഐസ്. ബ്രൈറ്റ് ലാമിഅത്തുൻ അല്ലെങ്കിൽ ലാമിഉൻ. ലാമിഉൻ മീൻസ് ബ്രൈറ്റ്. അൽ ഐനാനി ദ ടു ഐസ്. അൽ ഐനാനി ലാമിആനി. അൽ ഐനാനി ലാമിആനി. അൽ ഐനാനി ലാമിആനി എന്ന സെൻറ്റൻസ് ഇൻകറക്റ്റാണ്. എന്താണ് കാരണം? അൽ ഐനാനി ഡുവലാണ്, ലാമിആനിയും ഡുവലാണ്. എന്തുകൊണ്ടാണ് ഇത് ഇൻകറക്റ്റ് ആകുന്നത്? അൽ ഐനാനി എന്നത് ഫെമിനൈനാണ്. രണ്ടുള്ള ബോഡി പാർട്സ് ഒക്കെ ഫെമിനൈനാണ്. അപ്പോൾ അൽ ഐനാനി അൽ ഐനാനി ലാമിഅത്താനി. ഫെമിനൈൻ്റെ ഡുവലായിരിക്കണം വരേണ്ടത്. അൽ ഐനാനി ലാമിഅത്താനി ഫെമിനൈനാണ്, ഡുവലാണ്. അപ്പോൾ ആ സെൻറ്റൻസ് കറക്റ്റാണ്. അവസാനത്തെ ഒരു ഉദാഹരണം ദ ഗേൾ സ്റ്റുഡൻസ് ആർ ഹാർഡ് വർക്കിംഗ്. എന്താണ് ഗേൾ സ്റ്റുഡൻറ്റിൻ്റെ അറബി? ത്വാലിബത്തുൻ. ത്വാലിബത്തുൻ ഗേൾ സ്റ്റുഡൻറ്റ്. ഹാർഡ് വർക്കിംഗ് മുജ്തഹിദുൻ. മുജ്തഹിദുൻ അതിൻ്റെ ഫെമിനൈൻ മുജ്തഹിദത്തുൻ. ത്വാലിബത്തിൻ്റെ പ്ലൂരൽ
ത്വാലിബാത്തുൻ, ത്വാലിബാത്തുൻ. മുജ്തഹിദത്തുൻ്റെ പ്ലൂരൽ മുജ്തഹിദാത്തുൻ, മുജ്തഹിദാത്തുൻ. അപ്പോൾ ദ ഗേൾ സ്റ്റുഡൻസ് ആർ ഹാർഡ് വർക്കിംഗ്. അത്വാലിബാത്തു, അത്വാലിബാത്തു മുജ്തഹിദാത്തുൻ, അത്വാലിബാത്തു മുജ്തഹിദാത്തുൻ. ഇത് പ്ലൂരലാണ്, അതിൻ്റെ പ്രെഡിക്കേറ്റും പ്ലൂരലാണ്. അപ്പോൾ രണ്ടും പ്ലൂരൽ ആയതുകൊണ്ട് അഗ്രിമെൻ്റ് ഉണ്ട്, ജെൻഡറിൻ്റെ അഗ്രിമെൻറ്റും ഉണ്ട്. ജെൻഡറും നമ്പറും ഇൻ അഗ്രിമെൻ്റ് ആണ്. മുബ്തദയും ഖബറും തമ്മിലുണ്ടാകേണ്ട അഗ്രിമെൻറ്റിനുള്ള ഒരു എക്സെപ്ഷൻ മുബ്തദയായിട്ട് നോൺ റാഷണൽ പ്ലൂറൽസ് വരുമ്പോഴാണ്. നോൺ റാഷണൽ പ്ലൂറൽ അഥവാ ഗൈർ അഖ്ലിയായ പ്ലൂറൽസ്, അതായത് ഹ്യൂമൺ അല്ലാത്ത എന്തെങ്കിലും വസ്തു, മനുഷ്യരല്ലാത്ത എന്തെങ്കിലും, മനുഷ്യരല്ലാത്ത എന്തിൻ്റെയെങ്കിലും പ്ലൂറൽസ്, അത് വരുമ്പോൾ പ്രെഡിക്കേറ്റ് സിംഗുലർ ആയിരിക്കും, പ്ലസ് ഫെമിനൈൻ ആയിരിക്കും. ഉദാഹരണത്തിന് ദ ഡോർ ഈസ് ഓപ്പൺ, ഡോർ അൽ ബാബു, അൽ ബാബു ഓപ്പൺ മഫ്തൂഹുൻ, ദ ഡോർ ഈസ് ഓപ്പൺ. ഇതിൻ്റെ പ്ലൂരൽ, ബാബിൻ്റെ പ്ലൂരലാണ് അബുവാബ്, അൽ അബുവാബു, അൽ അബുവാബു, ദ ഡോർസ്, അൽ അബുവാബ്. ഇത് പ്ലൂരലാണ്, പ്ലസ് പ്ലൂരലാണ്, പ്ലസ് നോൺ റാഷണലാണ്. അൽ അബുവാബു അതിൻ്റെ പ്രെഡിക്കേറ്റ് മഫ്തൂഹത്തുൻ, സിംഗുലർ ഫെമിനൈൻ ആണ്. അപ്പോൾ നോൺ റാഷണൽ പ്ലൂരൽ ആയതുകൊണ്ട് അതിൻ്റെ പ്രെഡിക്കേറ്റ് സിംഗുലർ ഫെമിനൈൻ ആണ്. ഈ എക്സെപ്ഷൻ പ്രത്യേകം നോട്ട് ചെയ്യുക. മുബ്തദയായിട്ട് നോൺ റാഷണൽ പ്ലൂരൽ ആണെങ്കിൽ അതിൻ്റെ പ്രെഡിക്കേറ്റ് സിംഗുലർ ഫെമിനൈൻ ആയിരിക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോനൗൺസിൻ്റെയും ഡെമൺസ്ട്രേറ്റീവ്സിൻ്റെയും സിംഗുലറും ഡുവലും പ്ലൂരലുമാണ്. നോമിനൽ സെൻറ്റൻസിൽ മുബ്തദയായിട്ട് പ്രോനൗണോ ഡെമൺസ്ട്രേറ്റീവോ വരുന്ന ഉദാഹരണങ്ങൾ നാം നേരത്തെ കണ്ടതാണ്. ഹുവ വലതുൻ, ഹി ഈസ് എ ബോയ്. ഹിയ ത്വാലിബത്തുൻ, ഷീ ഈസ് എ ഗേൾ. അല്ലെങ്കിൽ അന്ത തൊബീബുൻ, യു ആർ എ ഡോക്ടർ. അന മരീലുൻ, ഐ ആം സിക്ക്. ഇവിടെയൊക്കെ പ്രോനൗൺസ് ആണ് മുബ്തദയായിട്ട് വരുന്നത്. ഈ പ്രോനൗൺസിനൊക്കെ ഡുവലും പ്ലൂരലുമുണ്ട്. ഉദാഹരണത്തിന് അന, ഞാൻ എന്നതിൻ്റെ ഡുവൽ എന്താണ്? നഹ്നു ആണ്. അതിൻ്റെ പ്ലൂരലും നഹ്നു ആണ്. അപ്പോൾ അന, നഹ്നു, നഹ്നു. അതുപോലെ അന്തയുടെ ഡുവൽ എന്താണ്? അന്തുമ. അന്ത തൊബീബുൻ, യു ആർ എ ഡോക്ടർ. അന്തുമ തൊബീബാൻ, യു ടു ആർ ഡോക്ടേഴ്സ്. അന്ത തൊബീബുൻ, അന്ത തൊബീബുൻ, യു ആർ എ ഡോക്ടർ. യു ആർ എ ഡോക്ടർ. ഇതിൻ്റെ ഡുവൽ അന്തുമ, അന്തുമ തൊബീബാനി, അന്തുമ തൊബീബാനി, യു ആർ ഡോക്ടേഴ്സ്. ഇംഗ്ലീഷിൽ യു എന്ന് തന്നെയാണ്, ആക്ച്വലി യു ടു ആർ ഡോക്ടേഴ്സ്. നിങ്ങൾ രണ്ടുപേരും യു ടു ആർ ഡോക്ടേഴ്സ്. നിങ്ങളെല്ലാവരും ഡോക്ടേഴ്സാണ് എന്ന് പറയാൻ അന്തും, യു ഓൾ. അപ്പോൾ അന്ത, അന്തുമ, അന്തും, യു, യു ടു, യു ഓൾ. ഇതുപോലെ അതിന് സിമിലറായിട്ട് ഫെമിനൈനും അന്തി, അന്തുമ, അന്തുന്ന. ഇങ്ങനെ മൊത്തം സിംഗുലറും ഡുവലും പ്ലൂരലും 3 പേഴ്സണും, തേർഡ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, ഫസ്റ്റ് പേഴ്സൺ. അതായത് ഇവിടെ ആബ്സെൻ്റ് ആയിട്ടുള്ള, ഇവിടെ പ്രസൻ്റ് അല്ലാത്ത തേർഡ് പേഴ്സൺ, ഹി, ഷീ അല്ലെങ്കിൽ ദേ, ഇതൊക്കെ തേർഡ് പേഴ്സൺ ആണ്. പ്രസൻ്റ് ആയിട്ടുള്ള യു, അതുപോലെ സംസാരിക്കുന്ന അന, ഇങ്ങനെ 3 പേഴ്സണും സിംഗുലറും ഡുവലും പ്ലൂരലും അതിൻ്റെ മാസ്കുലിനും ഫെമിനൈനും എല്ലാം ഉൾപ്പെടെ
14 എണ്ണമുണ്ട്. ഈ 14 ഒരു ടേബിളായിട്ട് ബൈഹാർട്ട് ചെയ്യണം. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ആദ്യം തേർഡ് പേഴ്സൺ, പിന്നെ സെക്കൻഡ് പേഴ്സൺ, പിന്നെ ഫസ്റ്റ് പേഴ്സൺ. തേർഡ് പേഴ്സണിൽ ഹി, ഹുവ, ദേ ടു, ഹുമാ, ദേ ഓൾ, ഹും, ഹുവ, ഹുമാ, ഹും. അതിൻ്റെ ഫെമിനൈൻ ഹിയ, ഹുമാ, ഹുന്ന. സെക്കൻഡ് പേഴ്സണിൽ അന്ത, അന്തുമ, അന്തും, മാസ്കുലിനാണ്. അതിൻ്റെ ഫെമിനൈൻ അന്തി, അന്തുമ, അന്തുന്ന. ഫസ്റ്റ് പേഴ്സണിൽ അന, നഹ്നു. ഇത് നമുക്കൊരു ടേബിളായിട്ട് ഓർത്ത് നോക്കാം. ഹുവ, ഹുമാ, ഹും, ഹിയ, ഹുമാ, ഹുന്ന, അന്ത, അന്തുമ, അന്തും, അന്തി, അന്തുമ, അന്തുന്ന, അന, നഹ്നു. ഈ ടേബിൾ നിർബന്ധമായിട്ടും ബൈഹാർട്ട് ചെയ്തിരിക്കണം. 1-2 ഉദാഹരണങ്ങൾ നോക്കാം. ദേ ടു ആർ സ്റ്റുഡൻസ്. ദേ ടു എന്നതിൻ്റെ പ്രോനൗൺ ഹുമ. മാസ്കുലിൻ ആണെങ്കിലും ഹുമ, ഫെമിനൈൻ ആണെങ്കിലും ഹുമ. അപ്പോൾ ഹുമ ത്വാലിബാനി, ഹുമ, ഹുമ ത്വാലിബാനി. ദേ ടു ആർ സ്റ്റുഡൻസ്. ഇത് ഫെമിനൈൻ ആണെങ്കിലും ഹുമ ത്വാലിബത്താനി, ഹുമ ത്വാലിബത്താനി. ഇവിടെ ഹുമ എന്ന പ്രോനൗണ് മാസ്കുലിനും ഫെമിനൈനും സെയിം ആണ്. നമ്മുടെ ടേബിളിൽ നമ്മൾ പഠിച്ചത് ഹുവ, ഹുമാ, ഹും, ഹിയ, ഹുമാ. അപ്പോൾ ഹിയ കഴിഞ്ഞിട്ട് ഡുവലാകുമ്പോൾ ഹുമ. ഇനി ദേ ഓൾ ആർ സ്റ്റുഡൻസ്. മാസ്കുലിൻ ആണെങ്കിൽ ഹും, ഹും ത്വാലിബൂന, ഹും ത്വാലിബൂന. അത് ഫെമിനൈൻ ആണെങ്കിൽ ഹുന്ന, ഹുന്ന ത്വാലിബാത്തുൻ. ദേ ആർ സ്റ്റുഡൻസ്. ഇനി യു ആർ ഫാത്തിമ. അന്തി, അന്തയുടെ ഫെമിനൈൻ അന്തി, അന്തി ഫാത്തിമ, യു ആർ ഫാത്തിമ. അന്ത മുഹമ്മദുൻ, യു ആർ മുഹമ്മദ്, അന്ത, അന്ത മുഹമ്മദുൻ. യു ടു ആർ ഹാർഡ് വർക്കിംഗ്. അന്ത, അന്തുമ, അന്തുമ മുജ്തഹിദാനി. അത് ഫെമിനൈൻ ആണെങ്കിൽ അന്തുമ മുജ്തഹിദത്താനി. അപ്പോൾ അന്തുമ എന്നത് മാസ്കുലിനും ഫെമിനൈനും സെയിം ആണ്. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രോനൗണും അതിൻ്റെ നമ്പറും ജെൻഡറും അനുസരിച്ച് വേണം ഒരു നോമിനൽ സെൻറ്റൻസിൽ ഉപയോഗിക്കാൻ. പ്രെഡിക്കേറ്റിനനുസരിച്ചിട്ട് ഈ പ്രോനൗണിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള, കമ്പാറ്റിബിൾ ആയിട്ടുള്ള ഒരു പ്രോനൗൺ വേണം മുബ്തദയായിട്ട് സെലക്ട് ചെയ്യാൻ. അവസാനമായിട്ട് ഡെമൺസ്ട്രേറ്റീവ്സിൻ്റെ ഡുവലും പ്ലൂറലും. നിയറായിട്ടുള്ള കാര്യം പറയാൻ ഹാദ, ദീസ്. അതിൻ്റെ ഫെമിനൈൻ ഹാദിഹി. ഇതിൻ്റെ ഡുവലും പ്ലൂറലും ഹാദ, അതിൻ്റെ ഫെമിനൈൻ ഹാദിഹി. ഹാദ എന്നതിൻ്റെ ഡുവലാണ് ഹാദാനി. അതിൻ്റെ പ്ലൂറൽ ഹാ ഉലായി, ഹാ ഉലായി. ഹാദിഹി എന്നതിൻ്റെ ഡുവൽ ഹാത്താനി, ഹാദിഹി, ഹാത്താനി. അതിൻ്റെ പ്ലൂറൽ ഹാ ഉലായി തന്നെ, ഹാ ഉലായി. അപ്പോൾ ഹാദ, ഹാദാനി, ഹാ ഉലായി. ഹാദിഹി, ഹാത്താനി, ഹാ ഉലായി. ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ദാലിക്കയും തിൽക്കയും. ദാലിക്കയാണ് മാസ്കുലിൻ, ദാറ്റ്. തിൽക്ക അതിൻ്റെ ഫെമിനൈൻ. ഉദാഹരണത്തിന് ദാലിക്ക ബൈത്തുൻ, തിൽക്ക മദ്രസത്തുൻ. അപ്പോൾ ഈ ദാലിക്കയുടെ ഡുവലും പ്ലൂറലും, അതുപോലെ തിൽക്കയുടെ ഡുവലും പ്ലൂറലും. ദാലിക്ക, അതിൻ്റെ ഫെമിനൈൻ തിൽക്ക. ദാലിക്കയുടെ ഡുവലാണ് ദാനിക്ക, ദാലിക്ക, ദാനിക്ക. അതിൻ്റെ പ്ലൂരലാണ് ഉലായിക്ക, ഉലായിക്ക. ദാലിക്ക, ദാനിക്ക, ഉലായിക്ക. തിൽക്ക, താനിക്ക, ഉലായിക്ക.
അപ്പോൾ ദാലിക, ദാലിക, ദാനിക, ഉലായിക, അതിൻ്റെ ഫെമിനൈൻ തിൽക്ക, താനിക, ഉലായിക. ഡെമൺസ്ട്രേറ്റീവ്സിൻ്റെ സിംഗുലറും ഡുവലും പ്ലൂരലും ഇതും ഒരു ടേബിളായിട്ട് നാം ബൈഹാർട്ട് ചെയ്യേണ്ടതാണ്. അവസാനമായിട്ട് ഒരു നോമിനൽ സെൻറ്റൻസിനെ എങ്ങനെയാണ് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റുന്നത്, വളരെ എളുപ്പമുള്ള ഒരു അവസാനമായിട്ട് ഒരു സെൻറ്റൻസിനെ എങ്ങനെയാണ് ഇൻ്ററോഗേറ്റീവ് ആക്കി മാറ്റുന്നത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. വളരെ എളുപ്പമാണ്. ഹൽ എന്ന ഒരു വാക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസ് ഇൻ്ററോഗേറ്റീവായിട്ട് മാറും. അന്ത ത്വബീബുൻ, യു ആർ എ ഡോക്ടർ. ഹൽ അന്ത ത്വബീബുൻ, ആർ യു എ ഡോക്ടർ, ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസായി മാറി. ഹൽ അന്ത ത്വബീബുൻ, ഹൽ അന്ത ത്വബീബുൻ, ആർ യു എ ഡോക്ടർ. അല്ലെങ്കിൽ ഹൽ എന്നതിന് പകരം അ എന്ന സിംഗിൾ ലെറ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഇൻ്ററോഗേറ്റീവായിട്ട് മാറും. അ അന്ത ത്വബീബുൻ. ഹൽ എന്നതിന് പകരം അ അന്ത ത്വബീബുൻ, അ അന്ത ത്വബീബുൻ. അൽ ഖിത്തത്തു ജമീലത്തുൻ, ദ ക്യാറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. അൽ ഖിത്തത്തു ജമീലത്തുൻ, ദ ക്യാറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ഇതിനെ ഇൻ്ററോഗേറ്റീവ് ആക്കി മാറ്റാൻ ഹൽ, ഹൽ അൽ ഖിത്ത, ഹൽ പ്ലസ് അൽ, ഇത് ഹലിൽ എന്നായിട്ട് മാറും. ഹലിൽ ഖിത്തത്തു, ഹലിൽ ഖിത്തത്തു ജമീലത്തുൻ, ഹലിൽ ഖിത്തത്തു ജമീലത്തുൻ. ഹൽ പ്ലസ് അലിഫ്ലാമ് ചേരുമ്പോൾ ഹലിൽ എന്ന ഒരു ചെറിയ ചേഞ്ച്, ഹലിൽ ഖിത്തത്തു ജമീലത്തുൻ. അപ്പോൾ ഇങ്ങനെയാണ് ഹല്ലോ ആയോ ചേർത്തുകൊണ്ടാണ് ഒരു ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കുന്നത്. ഇതും കൂടെ പ്രത്യേകം നോട്ട് ചെയ്യുക. എക്സസൈസിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് ചെയ്യേണ്ടതാണ്. ഈ സെഷൻ ഇതോടെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എക്സസൈസുകൾ നിങ്ങൾ സ്വയം ചെയ്തതിന് ശേഷം അടുത്ത സെഷനിൽ നിങ്ങൾ ചെയ്തത് ശരിയാണോ എന്ന് കമ്പയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത സെഷനിൽ 1 by 1 ആയിട്ട് ഓരോ എക്സസൈസിൻ്റെയും ആൻസേഴ്സ് നമുക്ക് പരിശോധിക്കാം. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.